എല്ലാ പ്രിയപ്പെട്ടവർക്കും വിവിധ സമയങ്ങളിൽ വിവിധ മാധ്യമങ്ങളിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് എബ്രായർക്ക് എഴുതിയ 11-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് അല്പകാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരുവനെ മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചു കാണുമല്ലോ. നമുക്കറിയാം, ഒരുവൻ എന്ന് പറയുന്നത് അബ്രഹാമാണ്. അബ്രഹാമിന് നമുക്കറിയാവുന്നതുപോലെ നീണ്ട വിവാഹ ജീവിതത്തിന് ശേഷം നീണ്ട ഒരു വർഷം തൻ്റെ ജീവിതത്തിൽ മക്കളുണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ മക്കൾ ലഭിക്കുന്നത്, സാറായിൽ നിന്ന് മക്കൾ ലഭിക്കുന്നത് ഏകദേശം 100 വയസ്സ് ചെല്ലുമ്പോഴാണ്. ഒരാളുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 30 പിടിക്കുക. 30 വർഷം കഴിഞ്ഞ് ഏകദേശം 75-ാമത്തെ വയസ്സിൽ ആണ് ദൈവം അവനോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന്. എന്നെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീണ്ട വർഷം അവൻ മക്കളില്ലാത്തതുകൊണ്ട് വേദനിച്ച് കാണും അല്ലേ? ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്കും അപ്പച്ചനും ഉണ്ടായത് 17-ാമത്തെ കൊല്ലമാണ്. അതിൻ്റെ ഒത്തിരി ഒരു 16 വർഷം അമ്മ അനുഭവിച്ച വേദനകളെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ 75-ാമത്തെ വയസ്സിൽ താൻ ദൈവത്തിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. ഞാൻ നിനക്ക് സന്തതിയെ തരും. എന്നാൽ പിന്നീട് 75 വയസ്സ് കഴിഞ്ഞ് 100 വയസ്സിലാണ് തനിക്ക് സന്തതിയെ ലഭിക്കുന്നത്. വാഗ്ദത്തം ലഭിച്ച് ദൈവത്തിനോട് സംസാരിച്ചതിന് ശേഷം വീണ്ടും 25 വർഷക്കാലം തന്നോട് ദൈവം ഇടപെട്ടില്ല. തൻ്റെ ജീവിതത്തിൽ തലമുറകളെ നൽകിയില്ല. എന്ന് തരുമെന്ന് കർത്താവ് അവനോട് സംസാരിച്ചിട്ടുമില്ല. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന കാര്യം, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, തലമുറ അല്ലെങ്കിൽ ഗർഭം ധരിച്ചു എന്ന് അറിയണമെങ്കിൽ ഓരോ മാസത്തിലും നമുക്കതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. നീണ്ട 25 വർഷത്തിൻ്റെ ഇടയിൽ അവൻ്റെ വിശ്വാസം ഒരിക്കലും ക്ഷീണിച്ചു പോയില്ല. അവൻ കേട്ട വചനം, ആ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകുവാനിടയായിത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വായിച്ച ഭാഗത്ത് പറയുന്ന ഒരുവനെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് മൃതപ്രായനായി. ആ സമയത്ത് ഒരു തലമുറകളെ ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നാൽ ദൈവം അവന് നൽകിയത് ആ സമയത്താണ്. അസാധ്യമായിരിക്കുന്ന ഒരു സമയം പലരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. എന്നാൽ അവിടെ നമുക്കൊരു പ്രതീക്ഷ നമുക്ക് ദൈവത്തിൽ ഉണ്ടാകുവാനായിട്ടിടയാകും. അവന് സന്തതി ഇല്ലാതിരുന്നു. ഇന്ന് പലർക്കും സന്തതികളില്ല, വളരെ ചുരുക്കം പേർക്ക്. അതുപോലെ തന്നെ ഇല്ലായ്മയിൽ പോകുന്ന പലരുമുണ്ട്. അവരൊരിക്കലും ഭാരപ്പെടുവാനിടയാകരുത്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. പറവകളെയും അതുപോലെ തന്നെ കാട്ടിലെ മൃഗങ്ങളെയും എല്ലാം കരുതുന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനിടയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 75 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വിശ്വാസം ക്ഷീണിച്ചു പോകുന്ന കാലഘട്ടമാണ്. ഓരോ മാസവും ഓരോ വർഷവും നോക്കിയാൽ അവൻ്റെ വിശ്വാസം ശരിക്കും ക്ഷീണിച്ചു പോയാനെ, അല്ലെങ്കിൽ സംശയിച്ചു പോയാനെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയും, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ
നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ വലിയ കാര്യങ്ങളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ടിടയായി. നമുക്കറിയാം, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ടിടയായിത്തീരും. ഈ അല്പസമയം നമ്മൾ ഈ കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ടിടയാകും. നമുക്ക് വിശ്വസിക്കാം. ചിലരുടെ ജീവിതത്തിൽ സന്തതികളോടുള്ള ബന്ധത്തിൽ, ഇല്ലായ്മയോടുള്ള ബന്ധത്തിൽ, പ്രതിസന്ധിയുടെ നടുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകാം. ദൈവവചനം വിശ്വസിക്കുവാൻ ഇടയായിത്തീരാം. നിശ്ചയമായും അത് നമ്മുടെ ജീവിതത്തിന് നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, മൃതപ്രായനായവന് 100-ാമത്തെ വയസ്സിലാണ് തൻ്റെ ജീവിതത്തിൽ സന്തതിയെ നൽകുന്നത്. ഈ 100-ാമത്തെ വയസ്സിൽ സന്തതിയെ നൽകുമെന്ന് പറയുമ്പോൾ അവനോട് പിന്നെയും പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തന്നോട് സംസാരിച്ചത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയുന്നത്, ആ മൃതപ്രായനായവനെ കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്നാണ്. വലിയ 2 സമൂഹങ്ങളെ അല്ലെങ്കിൽ 2 വലിയ ജനതകളെ നൽകുമെന്നാണ് സന്തതി ഇല്ലാതിരിക്കെ അബ്രഹാമിനോട് ദൈവം ആലോചന നൽകി കൊടുക്കുവാനിടയായിത്തീർന്നു. ദൈവം തന്നോട് സംസാരിക്കുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 ജനതകൾ, 2 സമൂഹങ്ങൾ അബ്രഹാമിലൂടെ വരുവാനായിട്ടിടയായിത്തീർന്നു. ഒന്നാമത്തേത് അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകനായിരിക്കുന്ന യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കളെ, ആ തലമുറയെ ഒക്കെ വിളിച്ചു പറയുന്നത്, അവരെ പറയുന്നത് ഇസ്രായേലിൻ്റെ മക്കളാണ്. അബ്രഹാമിനെ ഇസ്രായേലിൻ്റെ മക്കൾ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്ഹാക്കിൻ്റെ 12 മക്കളെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നതാണ്. ഇന്ന് ഭൂമിക്ക് മധ്യേ ഇസ്രായേൽ അവിടെ ഒരു രാഷ്ട്രമായി, രാജ്യമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു ജനതയാണ്. അവരെക്കുറിച്ച് പറയുന്നത്, അവരുടെ ജീവിതത്തെ നോക്കി ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവർ ദൈവത്തിൻ്റെ ജനം എന്നാണ് അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അവരെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജനം എന്നാണ്. അവരെയാണ് നമുക്ക് കടൽക്കരയിലെ മണൽ പോലെ സന്തതിയെ ദൈവം നൽകി കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേത് പറയുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്നാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിലൂടെ, ഇസ്ഹാക്കിലൂടെ ജനിക്കുന്ന ആ ഇസ്രായേലിൻ്റെ സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് ആ രക്തബന്ധത്തിലൂടെ മക്കള് ഉണ്ടാകുന്നത് പോലെ അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ജനമെന്നും ഇസ്രായേൽ എന്നും പറയുമ്പോൾ, ഇവിടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ, അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനോട് പാപങ്ങളെ മോചനത്തിനായി കർത്താവിനോട് ഏറ്റുപറയുകയും ആ പാപക്ഷമ പ്രാപിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച പ്രിയപ്പെട്ടവർ, യേശുവെ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശു മാത്രമേ അങ്ങനെ ഒരു അവകാശം പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിൻ്റെ വചനം മാത്രമേ അങ്ങനെ പഠിപ്പിക്കുന്നുള്ളൂ. യേശു ക്രിസ്തു മാത്രം അവകാശം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാമെന്ന്. അമ്പരചുംബികളായ കെട്ടിടങ്ങളിൽ, മറ്റു സംവിധാനങ്ങളിൽ അല്ല ദൈവം വസിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച് വിശുദ്ധീകരിച്ച പ്രിയപ്പെട്ടവരിലാണ് ദൈവം വസിക്കുവാനിടയായി തീരുക. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ ഉള്ളിൽ വസിക്കാമെന്നാണ് യേശു ക്രിസ്തു പറയുവാനായിട്ടിടയായി തീരും. പാപമോചനം പ്രാപിച്ച പ്രിയപ്പെട്ടവർ, യേശുവെ നീ എൻ്റെ രക്ഷകനും കർത്താവുമാണ്, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ആത്മാവാകുന്ന ദൈവം, ആത്മാവായി യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുവാനിടയായിത്തീരും.
ഈ ദൈവത്തിൻ്റെ ആത്മാവ് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്. മനുഷ്യരിൽ രക്തം മക്കളും അവകാശികളുമാക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുവാൻ ഇടയായി തീരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മുഖാന്തരം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുകയും സർവശക്തനായ ദൈവം നമുക്ക് പിതാവായി, സ്വർഗസ്ഥനായ പിതാവായി അവൻ്റെ മക്കളും അവകാശികളുമായി തീരുവാനിടയാകും. ഇങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന ഈ ജനതയെ ആണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുവാനിടയാകുന്നത്. ഒരിക്കൽ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. ഇവിടെ ഇസ്രായേലിലെ പാരമ്പര്യമായി മാത്രമേ ഇസ്രായേൽ ജനത ഉണ്ടാകുകയുള്ളൂ. മറ്റൊരാൾക്ക് ഇതിലേക്ക് പ്രവേശിച്ച് ഞാൻ ഇസ്രായേലിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് വരാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ദൈവമക്കളായി തീരുവാൻ ഏതൊരുവനും, ഏത് രാജ്യക്കാരനായാലും ഏത് മതക്കാരനായാലും വിദ്യാഭ്യാസമുള്ളവനായാലും വിദ്യാഭ്യാസമില്ലാത്തവനായാലും അംഗവിഹീനനായാലും ഏതൊരു വ്യക്തിക്കും യേശുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവൻ്റെ ഉള്ളത്തിൽ ദൈവം വസിക്കുവാനിടയായി തീർന്നാൽ അവന് ദൈവ മക്കളായി തീരുവാനായിട്ട് ഇടയാകും. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ആയി തീരുവാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നമുക്കറിയാം നക്ഷത്രങ്ങൾ സ്വയമായി പ്രകാശിക്കുന്നതാണ്. വെളിച്ചമായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ശാപത്തിൻ്റെ, പാപത്തിൻ്റെ ആ ശക്തിയുടെ ബലം ഇല്ലാതായിത്തീരും. അന്ധകാര ശക്തികൾ നമ്മിൽ നിന്നും മാറിപ്പോകുവാനിടയാകും. നമുക്ക് നേരോടെ ചിന്തിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ, ദൈവമുള്ളവരുടെ ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസവും സമാധാനവും സന്തോഷവും ദൈവം നമുക്ക് നൽകി തരുവാനിടയാകും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മറ്റുള്ളവരെ പോലെ വരുവാനിടയാകും. എന്നാൽ ദൈവമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് ദൈവഹിതവും ദൈവിക പദ്ധതിയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും അനുഗ്രഹവുമായി ആ കഷ്ടത മാറുവാനായിട്ടിടയാകും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അബ്രഹാമിന് സന്തതിയെ വാഗ്ദത്തം ചെയ്തത് പുതിയ നിയമ വിശ്വാസികളായ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുന്ന ഒരു ജനതയായി തീരുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് കൊടുക്കുക. യേശുവിൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി, പാപക്ഷമയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിനോട് പാപങ്ങളെ ഏറ്റുപിറകി അവൻ നമ്മുടെ പാപങ്ങളെ സൗജന്യമായി ഒന്നും ചെയ്യാതെ ആ സമയത്ത് തന്നെ നമ്മുടെ മുഴുവൻ പാപങ്ങളെയും യേശുക്രിസ്തു കാൽവരിയിൽ ഏറ്റെടുക്കുകയും ആ പാപങ്ങളുടെ ശിക്ഷ അനുഭവിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ് ആ യാഗമായി തൻ്റെ ജീവനെ നൽകുവാനിടയായി തീർന്നത്. അത് വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറയുക. എത്ര വലിയ നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കുന്ന മരണം വരെയുള്ള പാപങ്ങളെ കർത്താവ് നമുക്ക് ക്ഷമിച്ചു തരുവാനിടയാകും. നാം ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മളെ വിശുദ്ധരാക്കി, ദൈവമുമ്പാകെ വിശുദ്ധരാക്കി ദൈവമുള്ളവരായി തീർന്ന് ആകാശത്തിലെ നക്ഷത്രം പോലെ ദൈവം നമുക്ക് പിതാവായി വരും. നാം അവൻ്റെ മക്കളായി തീരും. ഇത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാർത്തയാണ്, സന്ദേശമാണ്. ഇതിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അവൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാനായിട്ടിടയാകും. ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുവാനിടയായിത്തീരും. ഇരുട്ട് എല്ലാവർക്കും അന്ധകാരമായി തീരുമ്പോൾ, കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇരുട്ടിൽ പ്രകാശിക്കുന്നതാണ്, പ്രകാശം വെളിപ്പെടുത്തുന്നതാണ് നക്ഷത്രമായിരിക്കുന്നത്. അങ്ങനെ ശോഭിക്കുന്ന വെളിച്ചത്തിൽ നടക്കുന്നവരായി തീരുവാൻ ദൈവം, ആ വെളിച്ചം നമുക്ക് നന്മകളും ഭൂമിയിൽ രാത്രിയിൽ ഒന്നും കാണാൻ കഴിയുകയില്ല, ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിയുകയില്ല. ചില നന്മകളെ കാണുവാൻ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിക്കട്ടെ. ചില നന്മകളെ അനുഭവിപ്പാൻ ഈ ദൈവം നമുക്ക് മതിയായവനാണ്. പ്രത്യാശയിലെ അബ്രഹാമിനെ പോലെ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്
നിങ്ങളെ അതിനായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.